പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത്, ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷ വിധിക്കുന്നത് സാധാരണമായാണോ എന്നുകൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അസഫ് അലി നമുക്കൊപ്പം ചേരുന്നു, അഭിഭാഷകനും നമുക്കൊപ്പം ഉണ്ടായിരുന്ന മുൻ അഡ്വക്കേറ്റ് ജനറലുമാണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ 15 പേർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കടക്കമാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു വിധി പ്രസ്താവമാണോ? കാര്യം അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നത് ആദ്യത്തെ 8 പ്രതികളുടെ കാര്യത്തിൽ നമുക്കത് നേരിട്ട് ബോധ്യപ്പെടുന്നതാണെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. കാരണം നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ ബാക്കിയുള്ളവർ സഹായം ചെയ്തവരാണ്. 3 പ്രതികളാവട്ടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. 15 പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതാണ്. ആ വിധി പ്രസ്താവത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് ടി അസഫ് അലി? ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞൊരു കൊലപാതകമില്ല. അത് മാധ്യമങ്ങൾ എല്ലാം നമ്മളിങ്ങനെ വിവരിക്കുന്നതാണ്. അപൂർവങ്ങളായ കേസുകൾക്ക് മാത്രമേ വധശിക്ഷ നൽകാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി 1983 സുപ്രധാനമായ മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ പറഞ്ഞതാണ്. ഈ കേസിന്റെ തെളിവുകൾ എങ്ങനെയാണ് കോടതി വിലയിരുത്തിയത് എന്ന് എനിക്ക് പറ്റില്ല. പക്ഷെ അത്യപൂർവമായ കേസിൽ വധശിക്ഷ നൽകണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ കൊടുക്കുന്ന കൂടുതൽ ആളുകളുടെ കുറ്റകൃത്യത്തിലെ കോംപ്ലിസിറ്റി, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിന്റെ അത്യപൂർവമായ സ്വഭാവം, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിലൊരു രാഷ്ട്രീയം എന്ന് മാത്രം പറഞ്ഞുകൂടാ. ഒരു രാജ്യത്ത് കലാപം തന്നെ സാധ്യത ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ഈ കേസ് നടന്ന സംഭവത്തിലെല്ലാം മാധ്യമങ്ങളിൽ കൂടിയെല്ലാം കിട്ടിയ വിവരങ്ങൾ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മാനദണ്ഡത്തിന് അടിസ്ഥാനത്തിലാണോ വധശിക്ഷ കൊടുത്തത് എന്ന് ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ച് തെളിവുകൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നതിനെ ആസ്പദമാക്കി മാത്രം ഒരു സംശയമുള്ളത്, ഈ നേരിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങളിൽ അത് നിഷ്ഠൂരമായ കൊലപാതകമാണെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിലാണ് ആ കൊലപാതക കൃത്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നതെങ്കിലും നേരിട്ട് കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവർക്കല്ലേ വധശിക്ഷ വിധിക്കുക? ഗൂഢാലോചന കേസിൽ പരമാവധി വധശിക്ഷ വിധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ്? അല്ല, അത് വേണമെന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ആക്രമണ കേസ് ഉണ്ടായിരിക്കുന്ന അതേ വിഷയമാണ്. ഇപ്പൊ രാജീവ് ഗാന്ധി വധക്കേസ്, ഈ ഗൂഢാലോചനയും കുറ്റകൃത്യത്തിന് ഡയറക്റ്റ് റോളിനേക്കാളും വലുതാണ് ചിലപ്പോൾ ഗൂഢാലോചന. ഈ കുറ്റകൃത്യം ചെയ്യുന്നവർ ഹയർഡ് പേഴ്സൺസ് ആയിരിക്കാം. അവരെക്കാളും കുറ്റകൃത്യത്തിൽ ശിക്ഷ കൂടുതൽ അർഹിക്കുന്നത് യഥാർത്ഥ വില്ലന്മാരെന്ന് പറയുന്നത് മറക്ക് പിന്നിൽ നിന്ന് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തവർക്കാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്തവർക്ക് മാത്രമേ വധശിക്ഷ നൽകാവൂ. ഗൂഢാലോചനക്കാരെ മാറ്റി നിർത്തണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഗൂഢാലോചനയാണ് ഒരു കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വില്ലന്മാർ. മറ്റേത് ഹയർഡ് പീപ്പിൾ ആയിരിക്കും. അതിൽ വടക്കെടുത്ത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുകയും വില്ലന്മാരെ രക്ഷപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പാടില്ല. അതിൽ മാനദണ്ഡം മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറഞ്ഞ അതിനുശേഷം സുപ്രീം കോടതി അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. പുതിയ ന്യായ സംഹിതയിൽ 4 തരം കേസുകൾക്ക് വധശിക്ഷ നൽകാവുന്നതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ വധശിക്ഷയെ സംബന്ധിക്കുന്ന ഒരു മാനദണ്ഡം സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് ശരി. ഈ കേസിൽ എങ്ങനെയാണ് ഈ തെളിവിനെ അത്യപൂർവങ്ങളിൽ അത്യപൂർവമാക്കി മാറ്റിയിരിക്കുന്നത്, അത് വിലയിരുത്തിയിരിക്കുന്നത്, അത് അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ ആസ്പദമാക്കിയിരിക്കുന്നു. എന്നാലും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി പൂർണ്ണമായും കിട്ടിയതിനു ശേഷം മാത്രമേ ഏതൊക്കെ കാരണങ്ങളാലാണ് അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ കേസിന്റെ പരിധിയിലേക്ക് ഈ കേസ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ടി അസഫ് അലി പോയിട്ടില്ലെങ്കിൽ, ഈ 15 പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നു എന്നതാണ് ഇത്രയും അധികം ഒരു കൊലപാതകത്തിൽ 15 പേർക്ക് വധശിക്ഷ വിധിക്കുന്നത് ആ അർത്ഥത്തിൽ അടുത്തിടെ ഒരു പ്രത്യേകതയുള്ള ഒരു ശിക്ഷാവിധിയായിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ശരിയാണ്. ഇത് കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, വിധിയിൽ തന്നെ അപൂർവങ്ങളായ വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. വിധിയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ വിധിയായിട്ടാണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി ഈ വിധിയെ കാണുന്നത്. വിധിയുടെ പൂർണ്ണരൂപം എത്തിയതിനു ശേഷം മാത്രമേ ഏതൊക്കെ രീതിയിലാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും സഹായം നൽകിയവർക്കും അടക്കം വധശിക്ഷ നൽകാൻ ഇടയായത്, ഏതൊക്കെ തെളിവുകൾ പരിഗണിച്ചാണ്, എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൂഢാലോചന പോലും അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ എങ്ങനെ സാധിച്ചു എന്നത് നമുക്കറിയേണ്ടത്. 15 പ്രതികൾക്കുമാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.